ഗുഡ് മോർണിംഗ് എവരിവൺ. കണ്ടന്റ് ഇസ് ദ ക്വീൻ എന്ന ടോക്ക് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ഫിലിമായ സൂക്ഷ്മദർശിനിയുടെ ഡയറക്ടർ മിസ്റ്റർ MC ജിതിനാണ്. എല്ലാവർക്കും ഒരു അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസിൽ BA, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിൽ മാസ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. സിനിമാ രംഗത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അധ്യാപകൻ കൂടിയാണ്. സൂക്ഷ്മദർശിനി കൂടാതെ 2018 ഇറങ്ങിയ നോൺസെൻസ് എന്ന സിനിമയും അദ്ദേഹം ഡയറക്ട് ചെയ്തതാണ്. നമുക്ക് സർ, അപ്പോ സൂക്ഷ്മദർശിനിയുടെ സെലിബ്രേഷൻസിന്റെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് സൂക്ഷ്മദർശിനിയിലുള്ള ഇൻസ്പിറേഷൻസ് ആയാലും ഹൊമാജസ് ആയാലും ഒക്കെ. അപ്പോ സാറിന് എന്താണ് ഇവരുടെ വർക്കിനെ അട്രാക്ട് ചെയ്തത്? ഇപ്പൊ ഹിച്ച്കോക്ക് ആയാലും സത്യനന്ദിക്കാട് ആയാലും ഒക്കെയാണ് സാർ മെയിൻലി സൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇൻസ്പിറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇവരുടെ വർക്ക് ഇത്രയും സാറിന് അട്രാക്റ്റീവായി തോന്നുന്നത്? പിന്നെ ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ എവിടെയാണ് ഇവരുടെ ഇൻസ്പിറേഷൻസ് സാറിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഒരു ഹിച്ച്കോക്ക് സിനിമ അങ്ങനെയൊന്നുമല്ലായിരുന്നു ഈ സിനിമയുടെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇതിനെ സമീപിക്കുന്ന തന്നെയല്ല. ആക്ച്വലി ഒരു സിനിമ ചെയ്യണം, നോൺസെൻസ് കഴിഞ്ഞിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്, അത് പ്രോജക്ട് ഡിസൈനിങ് ആംഗിൾ ഒരു പ്രാക്ടിക്കൽ സെൻസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ തോട്ട് വരുന്നത്. അപ്പോൾ വെൻ ടു തോട്ട്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടാകുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തോട്ടുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അപ്പം അങ്ങനെ രണ്ട് തോട്ട് ആണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന് ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് സിനിമ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മലയാളത്തിൽ. അതായത് നമ്മൾ ഈ ഷെർലക് ഹോംസ് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ CBI, അങ്ങനെ ഒരുപാട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഡിറ്റക്റ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫീമെയിൽ ആസ്പെക്റ്റിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്നൊരു തോട്ടാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ തോട്ട് ഉണ്ടായിരുന്നത് നോൺസെൻസ് കഴിഞ്ഞിട്ട്, നോൺസെൻസ് ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. റോഡ് മൂവിയാണ് അതിൻ്റെ ഒരു ജോണർ പറയാമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഒരു സ്ഥലത്ത് എനിക്ക് ഒരുപാട് സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ്, അതൊരു 1 day സ്റ്റോറി ആയിരുന്നു നോൺസെൻസ്. ആ കഥ ശരിക്കും ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ദിവസം സ്കൂൾ ലൈഫായിട്ടാണ് പോകുന്നത്. അപ്പോൾ 1 day സ്റ്റോറിയാണ്, നൈറ്റ്സ് ഇല്ല ഷൂട്ട് ചെയ്യാൻ. അപ്പം നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത് മോർണിംഗ് 6 to 9. അപ്പം എനിക്ക് എപ്പോഴും നോൺസെൻസിൽ ഒരു 4 to 5 hours നഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇതും കൂടി എനിക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. കാരണം അത് വളരെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ഒരു പ്രോജക്റ്റ് ആലോചിക്കുമ്പോൾ അത് ഭീമമായ നഷ്ടമാണ്. ഒരു വലിയ പ്രോജക്റ്റുകൾക്ക് അത് പ്രശ്നമല്ല. അപ്പോൾ ആ തോട്ടായിരുന്നു രണ്ടാമത്തെ ഒരു പ്രാക്ടിക്കൽ തോട്ടാണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ വേണം. എപ്പോഴും തിയറിറ്റിക്കലിയും ഹിസ്റ്റോറിക്കലിയും ഒക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. മിക്ക നമ്മൾ മെയിൻ സ്ട്രീം ഡയറക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിലും അവരുടെ ഫസ്റ്റ് ഫിലിം എപ്പോഴും 1 location ബേസ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1 location ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്, അതെപ്പോഴും അതൊരു പ്രോജക്ട് ഡിസൈനിങ് ആംഗിൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ്. അപ്പൊ ലിമിറ്റഡ് സ്പേസിൽ ഒരു സിനിമ എന്നുള്ളതാണ് ഫസ്റ്റ് ആ ഒരു ലൊക്കേഷനെ കുറിച്ച് അറിയുന്നത്. അപ്പോഴും ഒരു വീട് പരിപാടി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ സ്കെയിൽ ഭയങ്കരമായിട്ട് കുറയും ഒരു വീട്. അപ്പം കുറച്ചധികം വീടുകൾ. അപ്പം ആലോചിക്കുമ്പോഴാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള വീടുകളുള്ള സിനിമകളാണ് മലയാളത്തിൽ തലയണ മന്ത്രം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഒരു സത്യനന്ദ, അല്ലെങ്കിൽ നമ്മൾ സിദ്ദിഖ്ലാൽ സിനിമ ആയിട്ടുള്ള ഇന്ത്യരികർണകർ ഒക്കെ അങ്ങനത്തെ ജോഗ്രഫി വീടുകളുണ്ട്. അത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്കണോമി അതാണ്. നമുക്ക് വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത് കാണാം. നമ്മുടെ ഡെൻസിറ്റി ഓഫ് ഒരു ജോഗ്രഫി അങ്ങനെയാണ്. അപ്പൊ അതിന്റെ റിലേറ്റബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തോട്ടിലേക്ക് ഈ ഡിറ്റക്റ്റീവ് തോട്ടിനെ കമ്പൈൻ ചെയ്യാൻ പറ്റിയപ്പോഴാണ്
സൂക്ഷ്മദർശിനിയുടെ ഐഡിയ ഉണ്ടാകുന്നത്. അപ്പം അത് എനിക്ക് കിട്ടുന്നത് ആക്ച്വലി ഇപ്പം ഞാൻ ഈ ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോഴും ഈ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ അഗത ക്രിസ്റ്റി ക്യാരക്ടേഴ്സ്, പിന്നെ അതുപോലെ ഷെർലക് ഹോംസ്, മലയാളത്തിൽ CP, പോലീസുകാര്, വക്കീലും, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊഫഷണലിയാണ് ആലോചിക്കുന്നത്. അപ്പം അതിനെനിക്ക് ആൻസർ കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടത് ആക്ച്വലി ഞാൻ അമ്മയെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അമ്മയിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അമ്മയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുമ്പോൾ അവൻ്റെ വൈഫ് അവൻ്റെ സ്പെക്സിന്റെ റിഫ്ലക്ഷൻ വെച്ചൊരു ഒബ്സർവേഷൻ കണ്ടെത്തിയ കാര്യം പറയും. അങ്ങനെ ഞാൻ പറയുന്ന എല്ലാവർക്കും തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വീട്ടിലും ഒരു ഷെർലക് ഹോംസ് ഉണ്ടല്ലോ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ആക്ച്വലി ഞാൻ പിന്നെ റിസർച്ചിൽ ഒരുപാട് സൈക്കോളജിയും സൈക്കാട്രിസ്റ്റുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഫീമെയിൽ ജെൻഡറിന് ആക്ച്വലി സർവൈവൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതും പുരുഷന്മാരെക്കാട്ടിലും കൂടുതലാണ്. അത് സെഞ്ചുറീസ് ആയിട്ട് നേടിയെടുത്തതാണ്. അതിന്റെ കാരണം അത് ചുറ്റുമുള്ള മൈന്യൂട്ട് കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധമാണ്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ ഇന്റലിജൻസ്. അതങ്ങനെ വരാൻ കാരണം ആ ഇമോഷണൽ ഇന്റലിജൻസ് ആണെങ്കിലും സർവൈവൽ ഇന്റലിജൻസ് ആണെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ കൊടുക്കും. അത് അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് പ്രിയദർശിനെ കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് അപ്പോഴാണ് അതൊരു പോർഷണൽ സൈഡിലുണ്ട്. പിന്നെ ഞാൻ ഓരോ കാലത്തും എനിക്ക് ഓരോ ഇൻസ്പയറിംഗ് മെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മലയാള സിനിമയിലെ ഒരു ആ കാലത്തെ സൂപ്പർ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എൻ്റെ മെന്ററായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ മെന്റർ മാറി. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ മെന്റർഷിപ്പ് മാറുകയാണ്. അങ്ങനെ KG ജോസ് സാറിന്റെ സിനിമകളോട് ഭയങ്കര ഒബ്സഷൻ ഉണ്ടാവുകയും ഞാൻ പുള്ളിയുടെ ഡോക്യുമെന്റ്, പുള്ളി പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസ്, ഞാൻ പുള്ളി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്തൊക്കെയാണ് പറയുന്നത്, പുള്ളിയുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി എഴുതിയിട്ടുള്ള പല ബുക്കുകളും വായിക്കുന്നത്. ഞാൻ പുള്ളിയുടെ ഒരു ബയോഗ്രഫി ഒരു ബുക്കുണ്ട്, ഞാനത് വായിക്കുമ്പോൾ അതിന്റെ അവസാന ചാപ്റ്ററിൽ പുള്ളി എഴുതിയിരിക്കുന്നത് പുള്ളിയുടെ അവസാന കാലത്ത് പുള്ളി ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സിനിമ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു ഹോമേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഹിച്ച്കോക്ക് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആഗ്രഹിച്ചത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു. അപ്പൊ എന്റെ ഈ ഒരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയയിലോട്ട് ഹിച്ച്കോക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കയറി വരാനുള്ള എല്ലാ സാധനം ഹിച്ച്കോക്ക് എപ്പോഴും ലിമിറ്റഡ് സ്പേസിൽ സിനിമകൾ ചെയ്യുന്ന, ത്രില്ലർ ചെയ്യുന്ന, മിസ്റ്ററി ഇങ്ങനത്തെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും ഹിച്ച്കോക്ക് സിനിമകൾ റീവിസിറ്റ് ചെയ്യാണ്, കണ്ടതൊക്കെ കാണുകയാണ്. അങ്ങനെ ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഫിലിംസ് ഉണ്ടായിരുന്നു. ആ ടെലിഫിലിംസിൽ ഒരു ടെലിഫിലിമിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതൊരു നോവലിസ്റ്റ് ആയിട്ടൊരു സ്ത്രീ എപ്പോഴും ഓപ്പോസിറ്റ് വീട്ടിൽ വന്നിരിക്കുന്ന പുതിയ താമസക്കാരെ വെറുതെ സംശയിക്കുകയാണ്. അപ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഭർത്താവിന് ഇതില്ല. അപ്പൊ എനിക്ക് ഈ ക്യാരക്ടർ പോലെയാണല്ലോ ഞാനും ആലോചിച്ചിരിക്കുന്നത്, കാരണം ഞാൻ അതിനുശേഷമാണ് അത് വായിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈസി ആയിട്ടത് ഒരു ഹിച്ച്കോക്ക് ഹോമേജ് ആക്കാൻ പറ്റിയ ലൈനാണത്. അങ്ങനെയാണ് ആക്ച്വലി ഈ സൂക്ഷ്മദർശിനി അതൊരു ഹിച്ച്കോക്കിലേക്ക് അതൊക്കെ വരുന്നത് ആക്ച്വലി. ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടല്ലോ. ഭയങ്കര ലിവ്ഡ് ഇൻ ആണ്. ഓരോ ക്യാരക്ടറും ഒരുപാട് യുണീക് പെർസ്പെക്റ്റീവ്സ് അവർക്കുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഇവരെ ഈ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ആ ക്യാരക്ടർ ബിൽഡിംഗ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഓരോ റൈറ്റേഴ്സ് ഡയറക്ടർമാർക്ക് ഓരോ സ്റ്റൈലാണ്. എങ്കിലും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം തോട്ടുകൾ കമ്പൈൻ ചെയ്തപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായി. പിന്നെ ഇത് എന്തിനാണ് ഈ സിനിമ പറയുന്നത്, എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, സബ്ജക്റ്റ് എന്താണെന്ന് ഒന്ന് ഡെറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തായിരിക്കണം ഇതിന്റെ തീം എന്ന്, എന്താ ഈ സിനിമ കണ്ടതുകൊണ്ട് ഓഡിയൻസിന് എന്താണ് എന്നുള്ളൊരു സംഭവം. അപ്പൊ ഈ ഐഡിയയിൽ നിന്നും ഈ സബ്ജക്റ്റും തീമിനെ ഡെറൈവ് ചെയ്യാൻ ആണ് പിന്നെ ആദ്യം ഞാൻ ശ്രമിക്കുക എപ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോൾ തീമായിരിക്കും ആദ്യം കിട്ടുന്നത്. ആ തീം കിട്ടാൻ ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കാനാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും വൈസ് വേഴ്സ നമുക്ക് വർക്ക് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ ടെക്സ്റ്റായിട്ട് കാണുന്നത്. ഞാനൊരു ഐഡിയയിലേക്കോ സബ്ജക്റ്റിലേക്കോ സ്വിച്ച് ഓൺ ചെയ്താൽ അതായിരിക്കും എപ്പോഴും ഞാൻ ഈ ടെക്സ്റ്റ് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ സ്ക്രീൻ റൈറ്റിങ്ങിന്റെ സമയത്താണെങ്കിലും മറ്റ്
ക്യാരക്ടറൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന 3 കാര്യങ്ങൾക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ലോഗ് ലൈൻ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യും. പറഞ്ഞ പോലെ പ്രോട്ടഗണിസ്റ്റ് ആരാണോ, എന്തായിരിക്കും അതിനകത്ത് കോൺഫ്ലിക്റ്റ് എന്താണ്, ജോഗ്രഫി എന്താണ്, അതിൽ വരാൻ സാധ്യതയുള്ള ഐറണി എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തോട്ടിൽ തന്നെ ഐഡിയ തന്നെ കിടപ്പുണ്ട്. പ്രിയദർശിനി ഒരു നെയ്ബർഹുഡ് ക്രൈം അന്വേഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീട്ടിലാണ് ക്രൈം വേണ്ടത്. നമുക്കത് റിയർ വിൻഡോയുടെ പെർസ്പെക്റ്റീവിൽ അതിനെ കാണും. അപ്പോൾ പക്ഷെ അതൊരിക്കലും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു അപ്പുറത്തെ വീട്ടിലേക്ക് എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു വോയറിസ്റ്റിക് നോസി ക്യാരക്ടർ അല്ല നസ്രിയ, പ്രിയദർശിനി. അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും സ്ത്രീയിൽ വോയറിസ്റ്റിക് ആണ്. ഇവൻ ഹിച്ച്കോക്കിന് പോലും ആ കാലത്ത് ഒരുപാട് എന്താ പറയുക എതിരഭിപ്രായങ്ങൾ പുള്ളിക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. വോയറിസ്റ്റ് പറ്റിയൊക്കെ പുള്ളി നെഗറ്റീവായിട്ട് വിളിക്കുന്നത്. അതൊക്കെ ഇന്നത്തെ കാലം നമ്മൾ 2023-24 കാലഘട്ടം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു വോയിസ്റ്റിക് ആംഗിളിലാവുന്നു. പക്ഷെ ആ ഐഡിയക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തന്നെ. ഒബ്സർവേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വോയിസ് കയറി വന്നാൽ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. അപ്പോഴാണ് നമ്മളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ഒരിക്കൽ പോലും പ്രിയദർശിനി വളരെ ഇന്റൻഷനലി ആ വീട്ടിലേക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കില്ല. അല്ലെങ്കിൽ മാനുവലിന്റെ വീടല്ലാതെ വേറൊരു വീട്ടിലേക്കും പുള്ളിക്കാരി അത് നോക്കുന്നില്ല. പിന്നെ എനിക്കത് അങ്ങനെ നോക്കുന്ന ഒരാളല്ലെന്നും കൂടി പറയാനാണ്. നമ്മൾ ഹസ്ബൻഡുമായിട്ടുള്ളൊരു സീക്വൻസിൽ ഹസ്ബൻഡ് ഒരു കൊളീഗ് വിളിക്കുന്നുണ്ട്. ആ കൊളീഗ് വിളിക്കുമ്പോഴും മൃദുല കളീഗ് വിളിക്കുമ്പോഴും ഇത് കെയർ അബൌട്ട്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനി നോസിയാണ് എന്ന് എനിക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അങ്ങനെ ഒരു പുള്ളിക്കാരി അതിനെക്കുറിച്ച് ബോധമല്ല. അതിനെ ചുറ്റിപ്പറ്റിയോ അതിനെ പുറകെയോ ഒന്നും പോകുന്നില്ല. പക്ഷെ മാനുവലിന്റെ ആ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ അവൻ അൽഷിമറാണ് എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുന്നിടത്തൊന്നും അൽഷിമർ ഇല്ല എന്ന് പുള്ളിക്കാരുടെ വീടിന്റെ അടുക്കളയുടെ ജനൽ അവിടെ ആയതുകൊണ്ട് കാണേണ്ടി വരികയാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപോവാം. ഇന്റൻഷൻ ഒന്നുമില്ല കാണാൻ വേണ്ടി. പക്ഷെ ഇന്റൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അവൻ അൽഷിമറാണ് എന്ന് പറയുകയും പുള്ളിക്കാരുടെ ഒബ്സർവേഷനിൽ അൽഷിമേഴ്സ് ഇല്ല എന്നുള്ള തോട്ടിലാണ്. പിന്നെയാണ് അതൊരു ഇന്റൻഷൻ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ പ്രിയദർശിനിയെ അങ്ങനെ വേണം കാണിക്കാൻ എന്നുള്ളത് ഒരു തീരുമാനമാണ്. അതായത് ഒരു വോയിസ്റ്റിക് ആയിട്ട് കാണിച്ചാൽ അത് പിന്നെ പുള്ളിക്കാരി എല്ലാ വീട്ടിലോട്ടും റിയർ വിൻഡോയിലെ ജഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജഫ് എല്ലാ വീട്ടിലും നോക്കുന്ന ഒരാളാണ്. ജഫ് ഒരു വോയിസമാണ്, പെർഫെക്റ്റ്ലി വോയിസമാണ്. ആ വോയിസിലൂടെ വരരുത് എന്ന് വ്യക്തമായ, കാരണം കാലഘട്ടത്തിന്റെ ഡിഫറൻസ് ആണത്. നമ്മൾ 24 സിനിമ ചെയ്യുമ്പോൾ അതൊരിക്കലും പൊളിറ്റിക്കൽ ആവുക എന്നുള്ള തീരുമാനത്തിലാണ്. കാരണം ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റ് അവിടെയാണ് ആ ക്യാരക്ടറൈസേഷൻ പ്രിയദർശിനിയുടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ കൂടെ റൈറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്, എൻ്റെ കൂടെ ഞാൻ വടകരയാണ് 10th വരെ പഠിച്ചപ്പോൾ വടകര എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുലാണ് അതിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ സ്കെച്ചും ഒരു ഡ്രാമ ഉണ്ടാക്കുന്നത്. അപ്പൊ അതില് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് അതിലാണ് സൂക്ഷ്മദർശിനി എന്നുള്ള ടൈറ്റിൽ ഇട്ടത്. അപ്പോൾ അതില് എൻ്റെ ആദ്യം പറഞ്ഞു പ്രിയദർശൻ നമ്മളെപ്പോഴും ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോൾ അയാളുടെ ചെറുപ്പം മുതൽ ആലോചിക്കും. അയാളുടെ അച്ഛനും അമ്മയും എന്താണ്, അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണ്, പ്രൈവറ്റ് ലൈഫ് എന്താണ്, പ്രൊഫഷണൽ ലൈഫ് എന്താണ്, ഈ 3 കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ട് ആലോചിച്ച് പോകും. അപ്പോൾ അയാളുടെ നമ്മളൊരു മൈക്രോബയോളജി എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒബ്സർവേഷൻ ഒക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ മൈക്രോബയോളജിയിലേക്ക് പേ ഓഫ് കിട്ടുന്ന ഒരു സെറ്റപ്പ് അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കണം. ആ തോട്ടില് അതിൽ പറയുന്നത് നമ്മളെപ്പോഴും മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് കാണുന്ന 8ാം ക്ലാസ്സിലാണ് ബയോളജി ഇതില്. അപ്പം പ്രിയദർശിനിയുടെ ഈ ഒരു ഒബ്സർവേഷണൽ ക്വാളിറ്റി കാണിക്കാൻ അതിലെന്നത്ത് പറഞ്ഞൊരു ലൈൻ, പുള്ളിക്കാരി ബയോളജിയിൽ ലാബിൽ പാറ്റയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പാറ്റയുടെ ലിംഗം കണ്ടുപിടിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റാണ് ആദ്യം എഴുതിയ ലൈൻ പ്രിയദർശിനിയെ കുറിച്ച്. അപ്പൊ അതൊക്കെ സ്കർക്കി നമുക്കൊരു അത് കേൾക്കുമ്പോൾ ഒരു പുഞ്ചിന് നമുക്ക് തോന്നുന്നു. അപ്പൊ അതാണ് ചൈൽഡ്ഹുഡിലുള്ള ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെയായിരുന്നു. അപ്പൊ അവളുടെ നമുക്ക് പ്രിയദർശിനി ഒരു പ്രോഗ്രസീവ് ലേഡിയെ തന്നെ കാണിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പുള്ളിക്കാരി ഒരു ലവ് അഫെയർ, ഒരു ഇന്റർ റിലീജിയൻ മാരേജാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ളത് ഇതിന്റെ ഓപ്പോസിറ്റാണ്, റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ അതിന്റെ ഐറണി ആയിട്ട് തന്നെ പ്രിയദർശിനി ഫാമിലി ഫീൽ ചെയ്യണം. അവര് ഭയങ്കര എക്സ്ട്രീം പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കുന്നതല്ല, നമ്മൾ സൊസൈറ്റി കാണുന്ന പോലെ ജീവിക്കുന്ന ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചവരായിരിക്കാം. കാരണം ഒരു സീനിൽ മാനുവൽ പറയുന്നത് നീ മതിൽ ചാടുന്നവളായിരിക്കും, പക്ഷെ എന്റെ വീട്ടിലോട്ട് ചാടണ്ട എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം ക്യാരക്ടറൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഡയലോഗിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ പ്രിയദർശിനിയുടെ ക്യാരക്ടർ അങ്ങനെ ഉണ്ടാകുന്നു. അപ്പൊ ആന്റണി ഒരു ഇന്റർ റിലീജിയൻ മാരേജിലേക്ക് പോകുമ്പോൾ ആന്റണി നമ്മള് ഭയങ്കര എക്സ്ട്രീം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു ബേസിക് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ഒരു അത് ഏലിയൻ ആവാൻ പാടില്ല. ആഫ്റ്റർ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ പോലുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട്, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയ്ക്ക് മുമ്പേ ഈ സിനിമ ആലോചിച്ചപ്പോൾ അന്ന് അതിന് മുമ്പുണ്ട് ഈ സിനിമ. ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല ആന്റിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നത്. ഓ ഇങ്ങനെയല്ല കാണിക്കേണ്ടത്, ഇത് ഭയങ്കര മോശമാണ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ തന്നെ ആന്റണീനെ മാറ്റാൻ എന്നെ ഫോഴ്സ് ചെയ്യുന്നത് ഒരു സിനിമയാണത്. അപ്പോൾ അതൊക്കെ ഈ ക്യാരക്ടറൈസേഷനിൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ലൈഫും എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയെ നമുക്ക് വിട്ടുപോകാനും പാടില്ല. അപ്പം ഈ പേരുകൾ കൊടുക്കുന്നതിന് പോലും നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയദർശിനിക്ക് പേര് കൊടുത്തത് പറയുന്നത് സബ്ജക്റ്റീവ് ആയിട്ടാണ്. ഇപ്പം ഈ സൂക്ഷ്മദർശിനി എന്നുള്ള ടൈറ്റിൽ ഇടുന്നത് അതുലിന്റെ ഇൻസ്പിറേഷൻ വടക്ക് നോക്കി യന്ത്രമാണ്. അപ്പൊ വടക്ക് നോക്കി യന്ത്രം ഒരാൾ ഒരു ദിശയിലേക്ക് എപ്പോഴും അതിലേക്ക് നോക്കി നിൽക്കുള്ളൂ എന്നുള്ളതിനെ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വടക്ക് നോക്കി യന്ത്രം എന്നുള്ള ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ മൈക്രോബയോളജി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പ് സൂക്ഷ്മദർശിനി എന്നുള്ള ഒരു സംഭവം ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രിയദർശിനിയുടെ പേരിട്ടാൽ ഈ പറയുന്ന സൂക്ഷ്മദർശിനിയുടെ ഒരു സൈലന്റ് സബ് ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ള ലൈനിലാണ് അത്. പിന്നെ മാനുവലിലേക്ക് വരുമ്പോൾ മാനുവലിനെ അച്ഛനും അമ്മയും ഈ പറയുന്ന പോലെ അമ്മ അവിടെ ഒരു റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ് ഗ്രേസ്. അപ്പം നമുക്ക് ഗ്രേസ് എന്നുള്ള പേരിടുന്നത് തന്നെ അത് ഐറണിയാണ്. പുള്ളിക്കാരി അങ്ങനെ അല്ല. ഇപ്പൊ ഗ്രേസ് എന്നുള്ള വാക്കിന്റെ മീനിങ് നേരെ ഓപ്പോസിറ്റ് ആണ് പുള്ളിക്കാരുടേത്. അപ്പൊ ഇപ്പൊ ഗ്രേസ് ആ ബേക്കറിക്കും ആ ഗ്രേസ് എന്നുള്ള ബേക്കറിയുടെ പേരിടുന്നു. അപ്പം അങ്ങനെ വരുന്നു. അപ്പം മാനുവലിലേക്ക് വരുമ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ ആൽഫ്രഡ് ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്കിന്റെ സൈക്കോ എന്ന് പറയുന്ന സിനിമയിൽ അതിലെ വില്ലൻ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള പേര് നോർമൻ എന്നാണ്. ഇപ്പൊ നോർമൻ എന്ന് പറയുന്നത് ഹിച്ച്കോക്ക് ഒരു ആർട്ടിക്കിൾ പറയുന്നത് സൈക്കോടെ നേരെ ഓപ്പോസിറ്റാണ്. നോർമൽ എന്നുള്ള വാക്കിനെ സൈക്കോളജിക്കലി ഇത് ചെയ്യുന്ന രീതിയിലാണ് നോർമൻ എന്നുള്ള പേര്. അപ്പൊ അതായിരുന്നു മാനുവലിന്റെ ക്യാരക്ടറിലേക്ക് ടൈപ്പ് ചെയ്തത്. മാനുവൽ ഒരു മാനിപ്പുലേറ്ററാണ്. ആൻഡ് മാനുവൽ ഇസ് ഇമ്മാനുവൽ ഒക്കെ വിളിക്കുന്ന ഒരു കുറച്ചുകൂടി ഒരു ദൈവികമായിട്ടുള്ള ഒരു സംഭവം. പക്ഷെ നമുക്ക് വേറൊരു സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് മാനുവൽ മാനിപ്പുലേറ്ററാണ് എന്നുള്ളത്. അപ്പൊ മാനിപ്പുലേഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കഥയിൽ മുഴുവൻ. അപ്പൊ അയാളുടെ പേരും അതുമായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. പിന്നെ അതിഥിയിലേക്ക് വരുമ്പോൾ അതിഥി നമ്മുടെ മൊത്തം സിനിമയിൽ ഒരു അതിഥിയാണ്, മൊത്തം അവരുടെ ലൈഫിൽ ഒരു അതിഥിയാണ്. ഡയാനയിലേക്ക് പേര് വിടുമ്പോൾ ഡയാന നമുക്കറിയാവുന്ന മലയാളികൾക്കല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു ബെസ്റ്റ് നെയിം ഡയാനയാണ്. നമ്മൾ ഡയാന രാജകുമാരി, ഡയാന നമ്മുടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് നെയിം ഡയാനാണ്. അപ്പൊ അതാണ് ഡയാന തന്നെ പേര്. അപ്പോൾ ഡയാനയുടെ ലൈഫിലും അങ്ങനെ കുറെ കോൺസ്പിറസീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് പേരിടുകൾ പോലും നമ്മൾ ക്യാരക്ടർ. അപ്പൊ ഇവർക്കെല്ലാം നമ്മളൊരു പ്രൊഫഷണൽ ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, പേഴ്സണൽ ലൈഫ് ക്രിയേറ്റ് ചെയ്ത അങ്ങനെ വർക്ക് ചെയ്ത പോലെയാണ്. സർ ഇപ്പോ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് സിനിമ. ഒരു ഹൂഡനറ്റ് എന്നുള്ളതിനപ്പുറം തന്നെ ഒരുപാട് ക്യാരക്ടർ സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ സർ ബ്രീഫ്ലി മെൻഷൻ ചെയ്തു അമ്മയുടെ ക്യാരക്ടർ ആയാലും അതുപോലെ ഡയാന ആയാലും ഒരുപാട് ജനറലി നമ്മൾ ഒരു സിനിമയെ കാണുമ്പോൾ ഈ പ്രീ കൺസെപ്ഷൻസ് കൊണ്ടുപോയി തന്നെ ഒരു റെഡ് ഹെയറിംഗ് പോലെ കൊണ്ടുപോയി തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എന്തുകൊണ്ടായിരുന്നു? അല്ലെങ്കിൽ അത് ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നോ, അതോ അത് മനസ്സിൽ വെച്ചാണോ സ്റ്റോറി പ്ലാൻ ചെയ്ത് തുടങ്ങിയത്? അമ്മയുടെ ക്യാരക്ടർ ആയാലും ആ ഒരു ജനറലി നമ്മൾ പറയുന്ന ഒരു സിനിമയില്
അമ്മ എന്ന് പറയുമ്പോൾ ബെനവലന്റ് ആണ്, ആ ഒരു സ്റ്റീരിയോ ടൈപ്സ് കൊണ്ട് തന്നെയാണ് പോകുന്നത്? നമ്മൾ ഒരിക്കലും ആക്ച്വലി ഇന്റൻഷനലി മറച്ചു വെക്കുന്നില്ല. കഥയുടെ സ്റ്റോറി ലൈനിന്റെ ഒരു ഡ്രൈവിനനുസരിച്ച് തന്നെ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ തുടക്കം മുതലുള്ള സീക്വൻസിലേക്കും സീനിലേക്കും നോക്കുകയാണെങ്കിൽ അമ്മ പെരുമാറുന്നത് നിങ്ങൾ ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. പുള്ളിക്കാർ ഷീസ് ഇറ്റ്സെൽഫ് ആ സൊസൈറ്റിയിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്, ആ സമൂഹത്തിൽ അവരറിയാൻ പാടില്ല. അവർക്ക് മാത്രം പറയുന്ന ഒരു സീക്രട്ടാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും പേർക്ക് എല്ലാ മനുഷ്യർക്കും സീക്രട്ട് ഉണ്ട്. ശരി, എല്ലാവർക്കും അവനവന് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് അവരുടെ പേഴ്സണൽ ലൈഫ്. അതാണ് പേഴ്സണൽ ലൈഫും പ്രൈവറ്റ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം. പേഴ്സണൽ ലൈഫ് എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ ഒരു സീക്രട്ടാണ്. അത് എൻ്റെ വൈഫിനോ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് അറിയണ്ടാവില്ല. അങ്ങനെ ഒരു സീക്രട്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരും ഉണ്ട്. ആ സീക്രട്ടാണ് നമ്മുടെ സമൂഹത്തിലെ ക്രൈം റേറ്റിന്റെ ഒക്കെ റീസൺ. ആ സീക്രട്ട് ഇല്ല. അപ്പം അങ്ങനെ ഒരു സീക്രട്ട് നമ്മൾ എല്ലാ ക്യാരക്ടറിനും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു തിയററ്റിക്കലാണ്. വേൾഡ് മുഴുവൻ ഉള്ള റൈറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റോറിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ പിന്നെ ഈ കഥ പറച്ചിലിനൊരു ഹിച്ച്കോക്ക് രീതിയുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ആന്റഗോണിസ്റ്റിന്റെ പാർട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതിന് അയാളാണ്, ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്, ബട്ട് വൈ, എന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവസാനിക്കുമ്പോൾ ഈ അമ്മ മകൻ എന്ന് പറയുന്ന സംഭവത്തിനും ഒരു ഹിച്ച്കോക്ക് പേ ഓഫ് ഉണ്ട്. സൈക്കോലെ അമ്മ മകൻ എന്നുള്ളതിന്റെ അമ്മയോടുള്ള പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് അമ്മയാണ്. അതൊരു ഹിച്ച്കോക്ക് സൈക്കോയുടെ ഒരു ഇതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അതെല്ലാം, പക്ഷെ ഒരിക്കലും തുടക്കത്തിൽ നമ്മൾ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അമ്മ അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. കാരണം സൊസൈറ്റിയിൽ പുള്ളിക്കാരി ഹൈഡ് ചെയ്യാറുണ്ട് ആൾക്കാരുടെ മുമ്പിലൊക്കെ. ഇവർ ഒരുമിച്ചുള്ള പ്ലാനാണല്ലോ. ഇവർക്ക് അൽഷിമസ് ആണെന്നും മിസ്സിംഗ് ആണെന്നും എല്ലാരെയും വിജയിപ്പിക്കണമെന്നും. സാർ ഇപ്പൊ ഇതില് സാർ മെൻഷൻ ചെയ്തിരുന്നു പൊളിറ്റിക്കൽ ആണ് സിനിമ എന്നുള്ള രീതിക്ക്. ഇപ്പൊ സാറിന്റെ ഫസ്റ്റ് ഫിലിം നോക്കുകയാണെങ്കിലും നോൺസെൻസ് ആയാലും സംസാരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരാളെ ലൈക് ബെനിഫിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അതേപോലെ തന്നെ സാറിന്റെ ഷോർട്ട് ഫിലിം ആയാലും ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ തന്നെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോ സാറിന്റെ സിനിമയ്ക്ക് പൊളിറ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അത് ആ തോട്ട് പ്രോസസ്സിൽ എത്രത്തോളം വരുന്നുണ്ട്? ഇംപ്ലിസിറ്റ് ആണോ? സൊസൈറ്റി എത്രത്തോളം സിനിമയിൽ ഒരു ഇമ്പോർട്ടൻസ് പ്ലേ ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീമിന്റെ ഭാഗമാണ്. ആക്ച്വലി എല്ലാ സിനിമയ്ക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് പറയാൻ ശ്രമിച്ചില്ലേ പോലും അറിയാതെ കയറി വരും. അവർ ചെയ്തു വരുന്ന കഥയിലൊരു ഇൻഡയറക്റ്റ് പൊളിറ്റിക്സ് ആ ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാരക്ടറെ രൂപീകരിക്കുമ്പോൾ ആ ക്യാരക്ടർ ഇറ്റ്സെൽഫ്, ഒരു മനുഷ്യൻ ഇറ്റ്സെൽഫ് പൊളിറ്റിക്സ് ആണ്. അയാളുടെ ഇത് തന്നെ, അയാൾ ഇൻട്രോട്ട് ആയിരിക്കാം, അയാൾ എക്സ്ട്രോട്ട് ആയിരിക്കാം, അതിൽ തന്നെ എല്ലാം ഉണ്ട് ആക്ച്വലി. അപ്പൊ നമ്മളത് അതിനോട് നീതി പുലർത്താന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ഇൻട്രോട്ട് ആയ ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് സെക്കൻഡാറിലേക്ക് ഒരു ഫുള്ളി പെട്ടെന്ന് ഒരു എക്സ്ട്രോട്ട് ആയിട്ട്, അപ്പൊ അതിനൊക്കെ റീസൺസ് ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും കോളേജ് പഠിക്കുമ്പോൾ പോലെ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിലാണെങ്കിൽ എല്ലാത്തിലും ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. അത് എൻ്റെ ഒരു ഫിലിം ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്ത് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ സോഷ്യൽ ഇമ്പാക്ട് എല്ലാത്തിലും അങ്ങനെ, പക്ഷെ അത് വന്നു പോകും. ആക്ച്വലി നമ്മൾ എന്തിനാണ് ഈ സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ ശ്രമിക്കുന്നത്. ഇപ്പൊ സൂക്ഷ്മദർശിനിയിൽ അങ്ങനെ ഒരു LGBTQ കാര്യം വരാൻ കാരണം തന്നെ നമ്മൾ ഈ ഫീമെയിൽ ഡിറ്റക്റ്റീവ് ക്യാരക്ടറെ അവതരിപ്പിച്ചൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലുള്ള സിനിമയാണ്, ഫീമെയിൽ ലീഡ് ഫിലിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ സംഭവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 5-6 വർഷം നോൺസെൻസ് കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം അതുകൊണ്ടാണ്. ഇതൊരു മെയിൽ പെർസ്പെക്റ്റീവുള്ള സിനിമയാണ്, പെട്ടെന്ന് നടന്നു പോയത്. ഞാൻ ആദ്യം ഹിന്ദിയിലായിരുന്നു സിനിമ പ്ലാൻ ചെയ്തത്. അവിടെ ഈ സിനിമ സംഭവിക്കാനുണ്ടായ ബുദ്ധിമുട്ട് ഈ LGBTQ ഇഷ്യൂ ആയിരുന്നു. ഈ തേർഡ് ആക്ടിൽ വരുന്ന റീസൺ മാറ്റുവാണെങ്കിൽ ചെയ്യാൻ ഒരുപാട് പേർ റെഡിയായിരുന്നു, പക്ഷെ ഞാൻ റെഡിയല്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു തീരുമാനമാണ്. ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ ഒരു യൂഷ്വൽ സിനിമയായിട്ട് പോയതിനെ നമ്മൾ തോട്ടാണ് എനിക്കുള്ളത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ നമ്മൾ പറയാൻ ശ്രമിച്ചുള്ളൂ. ഇപ്പോൾ ഹോണർ കില്ലിംഗ് നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അഡ്രസ് ചെയ്യണം എന്നുള്ളതൊരു റീസണായിട്ട് നമ്മൾ പറയുമ്പോൾ പോലും ഇത് ഒരു
വളരെ ബാലിശമായ ഒരു കാര്യം പറഞ്ഞു പോകുന്ന ഒരു കാര്യം ആവരുതെന്നുള്ള ചിന്തയിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. നമ്മൾ കഥ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ വന്നു പോകുന്നതാണ്. അത് എൻ്റെ ഉള്ളിലെ ഇതായിരിക്കണം. സർ, ഇപ്പോൾ ഫീമെയിൽ ലെഡ് ഫിലിംസിന്റെ കാര്യം പറയുമ്പോഴും ഒരു യൂഷ്വൽ ക്ലീഷേ അല്ല. ഇപ്പോൾ ഒരു നോട്ട് ഓർഡിനറി ഗേൾ അല്ലെങ്കിൽ ഒരു മെയിൽ പെർസ്പെക്റ്റീവ് നോക്കുന്ന ഒരു സ്ത്രീ അല്ല. അവരൊരു എവറിഡേ വുമൺ ആണ്, ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നസ്രിയ എന്ന് പറയുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആളെന്ന രീതിക്കുള്ള ഒരു കാസ്റ്റിംഗ് ചോയ്സ്. അങ്ങനെ ഈ ഫീമെയിൽ ലെഡ് ഫിലിംസിലായാലും ഒരു പ്രൊട്ടാഗണിസ്റ്റിനെ മാത്രം ഫോളോ ചെയ്യാതെ ആ നെയ്ബർഹുഡിലുള്ള എല്ലാ സ്ത്രീകൾക്കും ആ മിസ്റ്ററിയിൽ ഒരു പങ്കുണ്ട്. അവരെല്ലാവരും അവരുടേതായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ എങ്ങനെയാന്ന് പറഞ്ഞത്? എപ്പോഴും ഒരു മെയിൽ പെർസ്പെക്റ്റീവിലാണല്ലോ ത്രില്ലേഴ്സ് ആയാലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ബിൽഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, അതിൻ്റെ അകത്ത് എല്ലാ സ്ത്രീകൾക്കും ഈ സർവൈവൽ ഇന്റലിജൻസ് ഉണ്ട്. ഈ അമ്മയാണ് പറയുന്നത് മറ്റേ ഇത് വെട്ടിക്കളയാൻ, അത് അമ്മയുടെ ഒബ്സർവേഷനാണ്. പ്രിയദർശിനി അവിടെ വന്ന് കാണുന്നു, നമ്മളെ കൂടുതൽ ഒബ്സർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മാനുവലിനെക്കാട്ടിലും മാനുവലിന്റെ അമ്മയാണ്. നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ അസ്മയാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ നമ്മൾ ബേസിക്കലി ആ പറയാൻ ശ്രമിക്കുന്ന ഐഡിയ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. സ്ത്രീകളുടെ സർവൈവൽ ഇന്റലിജൻസ് ആണ് സബ്ജക്ട്. അപ്പൊ ആ സബ്ജക്ട് വരുമ്പോൾ പ്രിയദർശിനി മാത്രം സർവൈവൽ ഇന്റലിജൻസ് ഉള്ള സ്ത്രീയല്ല. ആ ചുറ്റുപാട് നമ്മൾ കാണുന്ന അതിഥിയുണ്ട്, ഡയാനയുണ്ട്, എല്ലാവരും തന്നെ സർവൈവൽ ഇന്റലിജൻസ് കാണിച്ചു പറ്റും. അതിന്റെ ഭാഗമാണ് ആദ്യം തന്നെ നഷ്ടപ്പെടും. അപ്പൊ അതേ പറഞ്ഞ അതാണ് ടെക്സ്റ്റ്. ഈ തീം സബ്ജക്ട് ഐഡിയ എന്നുള്ള സംഭവം നമ്മൾ ടെക്സ്റ്റ് ബുക്കായിട്ട് വെക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് തിരിച്ചു പോകും. നമ്മൾ സ്ക്രീൻ റൈറ്റിംഗ് സമയത്ത് ഇത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സോൾ നഷ്ടപ്പെടാം. ആ സോൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ സർ, ഈ സിനിമയുടെ ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ തീം അല്ല, ഒരു ജോണർ എന്ന് പറയുന്നത് ബ്ലാക്ക് കോമഡി ആണല്ലോ. അപ്പോൾ ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ അല്ലെങ്കിൽ ക്രിയേഷൻ സമയത്ത് തന്നെ ഇതൊരു ബ്ലാക്ക് കോമഡി ആയിട്ടാണോ ഫോർമുലേറ്റ് ചെയ്തത്? അതോ എത്രത്തോളം ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു ഫ്രം ആക്ടേഴ്സ്? ഇതൊരു ഇംപ്രവൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സിനിമയിലേക്ക് എത്തിയത്. ആദ്യം ഞാൻ ഈ ഐഡിയ ഉണ്ടാക്കുമ്പോൾ അതൊരു ബേസിക് സ്റ്റോറി ലൈൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇത്രയും ഹ്യൂമറിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു വീട്ടമ്മയായിട്ടുള്ള ജോബ് കണ്ട് ചെയ്യുന്ന ഒരു സ്ത്രീ, വീട്ടിൽ തന്നെ എപ്പോഴും നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ അപ്പുറത്തെ വീട്ടിലൊരു ക്രൈം കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഡാർക്ക് ഹ്യൂമർ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട് അതിന്റെ സൈലന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ എത്ര അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊരു ഹ്യൂമർ കയറി വരും. അതാണ് ബേസിക്കലി ഐഡിയക്കകത്തത് കിടക്കുവാണ്. നമ്മൾ അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൽ കയറി വരാനുള്ള എല്ലാ സാധ്യത. കാരണം നമ്മളതിന്റെ ചുറ്റുവട്ടത്തുള്ള ഇവരുടെ ഫ്രണ്ട്സും ഒക്കെ ഇതിൽ കൊളാബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഹ്യൂമറുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം പിന്നീട് അതിൽ ഇന്നത്തേക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരുപാട് സിറ്റുവേഷണൽ ഹ്യൂമറും ഒക്കെ ഒരുപാട് ഞങ്ങൾ തന്നെ പേഴ്സണലി ഒരുപാട് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആദ്യം മുതൽ. പിന്നീട് ഞങ്ങൾ ഹാപ്പി ഹോസ്റ്റിലേക്ക് വരുമ്പോൾ, ഹാപ്പി ഹോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അന്നത്തെ ഒരു സിനിമകളുടെ ട്രെൻഡും ഒക്കെ 2020-2021 കുറേ കൂടി OTT ഓറിയന്റഡ് ത്രില്ലേഴ്സ് അങ്ങനെയുള്ളതായിരുന്നു. കുറച്ചുകൂടി ഒരു ത്രില്ലർ മെറ്റീരിയൽ പിടിക്കണം, കുറച്ചുകൂടി ത്രില്ലർ ആക്കണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള കുറച്ചുകൂടി ഹ്യൂമേഴ്സ് കട്ട് ചെയ്ത് ഇന്റൻസ് ആക്കി. പിന്നെ അങ്ങനെ പല പല ഡ്രാഫ്റ്റുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തിന് സിനിമ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഓരോരോ ട്രീറ്റ്മെന്റുകൾ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ 24 ഇത് ആലോചിക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുള്ള കുറേയധികം സിനിമകൾ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിനൊരു പുതുമ വേണം. ഈ പുതുമയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ഇതിന്റെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിയ കിടക്കുന്ന ഒരു ഹ്യൂമർ സംഭവം, അത് നമുക്ക് ഡാർക്ക് ഹ്യൂമർ ആയിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള പറയുമ്പോൾ അപ്പോൾ അങ്ങനെ വന്ന തോട്ടുകളിലാണ് നമ്മൾ ആഫ്റ്റർ മിഡ് പോയിന്റ് വരുന്ന ജോൺ. ആദ്യം ജോണിനെ കണ്ട ഓഡിയൻസ് പേടിക്കുകയും പ്രിയദർശിനി ജോണിനെ കാണുന്നില്ല. പിന്നീടാണ് ചിന്തിച്ചത് ഒറ്റയ്ക്കൊരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോൺ പെട്ടെന്ന് മറ്റേ സംശയത്തിന്റെ അവിടെ ഒരു സ്ത്രീയെ കാണുമ്പോൾ അയാൾ പേടിച്ചു പോയിട്ടുണ്ടാവില്ലേ പെട്ടെന്ന്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് നമുക്ക് ചിരി വന്നു. ശരിയാണ്, പുള്ളി പേടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഏതൊരു മനുഷ്യനും പെട്ടെന്ന് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതൊക്കെ പുള്ളിയുടെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു
ഫസ്റ്റ് ഫ്ലോറിലല്ല നിൽക്കുന്നത്, സെക്കൻഡ് ഫ്ലോറിന്റെ സൺഷെയ്ഡിലാണ് ഒരു തല കാണുന്നത്. അവിടെ വരാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പം ഈ മസ്റ്റ് ബി അല്ലെ, പുള്ളി പേടിച്ചിട്ടുണ്ടാവുന്നുള്ള തോടെ ഞങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് ആ ഹ്യൂമർ പോയിന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതങ്ങനെ അതിനുള്ള സാധ്യത ആ ഐഡിയ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളതിനെ ഡിറൈവ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒന്നാണ്. പിന്നെ ഈ ലൊക്കേഷന്റെ കാര്യം, സർ ഒരുപാട് ലൊക്കേഷൻ ഹണ്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയത്. അപ്പോ ഈ ഒരു എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു സർ? ഈ എല്ലാ പൊസിഷൻസും യൂട്ടിലൈസും ചെയ്തിട്ടുണ്ടല്ലോ, ടെറസുകളായാലും ആ ഹൗസസിന്റെ പ്ലേസ്മെന്റ് ആയാലും ഒക്കെ. ആ ലൊക്കേഷൻ ഹണ്ട് എത്രത്തോളം ടഫ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സ്പെസിഫിക് ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും അത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രോജക്ട് ഡിസൈനിങ് ആംഗിളിൽ ഈ സിനിമ സംഭവിക്കണമെന്ന് ആലോചിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചറിവുകളിലൂടെയാണത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു 6 വീട്ടിൽ ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ദിവസം വേണം. 50 ദിവസത്തിന് മേളിൽ വേണം നമ്മൾ ഈ 6 വീടുകളിലും ഷൂട്ട്. ഈ 6 വീടുകളിലെ ആൾക്കാരെ നമുക്ക് 50 ദിവസത്തേക്ക് എടുത്ത് മാറ്റുന്നൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ നമ്മളൊരു വീട്ടിൽ വന്നിട്ട് നിങ്ങളൊരു 50 ദിവസത്തേക്ക് മാറണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആവുന്നുള്ളത് ഞാൻ ഹിന്ദി പോയപ്പോൾ അവർ സെറ്റർ റെഡിയായിരുന്നു. ഒരു 3-4 വീടുകൾ നമുക്ക് സെറ്റർ, കാരണം അവിടുത്തെ ബഡ്ജറ്റ് അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വേറെ പ്രോബ്ലംസ് കൊണ്ട് അത് നടന്നില്ല. പക്ഷെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. എന്നോട് സമയം പറഞ്ഞത് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീൻ പ്ലേനെക്കാട്ടിലും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. സോ അതിപ്പോഴേ നിങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ലൊക്കേഷൻ തപ്പുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എവിടെ തപ്പണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ കഥാപരമായിട്ട് ഈ കഥ നടക്കുന്നത് എയർപോർട്ടിൽ നിന്ന് ഒരു 3 hours സൗത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണം ഈ സിനിമ വരേണ്ടതെന്ന് സെക്കൻഡ് ഹാഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഒരു 3 hours ജേണി ഉണ്ടെന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഈ കഥ നടക്കേണ്ടത് എന്നുള്ളത് കഥയിൽ തന്നെയുണ്ട്. നമ്മളത് എവിടെ ഷൂട്ട് ചെയ്താലും കഥയിലതാണ്. അപ്പം പിന്നെ അത് കോട്ടയം, പത്തനംതിട്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വേറൊരു റിയാലിറ്റി നമ്മൾ അതിലേക്ക് എത്തുന്നത്. കാരണം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ ചില സ്പേസുകൾ, കുമ്പനാട്, തിരുവല്ലയ്ക്കപ്പുറത്തുള്ള അങ്ങനെയുള്ള ചില പഞ്ചായത്തുകളിൽ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. 30%, 40% പോപ്പുലേഷൻ ഉള്ള എല്ലാവരും NRIs ആണ്. അപ്പൊ അവിടെ ഒരു സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കർഫ്യൂ കൊണ്ടുപോകാൻ എന്നുവെച്ചാൽ ഒരു വീട്ടിലും ആളില്ല, ഫുൾ വിജനമായി കിടക്കുന്ന വീടുകൾ, അങ്ങനെ കിടക്കുന്ന കുറേ സ്ട്രീറ്റുകളാണ്, എല്ലാവരും പുറത്താണ്. അപ്പൊ അതാണ് നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം പത്തനംതിട്ട. അപ്പൊ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നടന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യാമായിരുന്നു. അതിൽ നമ്മൾ ഈ പറയുന്ന മാനുവലിന്റെ വീടിനൊരു ക്യാരക്ടർ ഉണ്ട് അല്ലേ? ഇപ്പൊ മാനുവലിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട്, കൃഷ്ണേട്ടന്റെ വീട് ഒരു മാനുവലിന്റെ വീട് പോലെയാണ്. ഇപ്പോഴത്തെ സുലുവിന്റെ വീട്ടിലേക്ക് പോകണം, സുലു ഒരു മാനുവലിനെ പോലത്തെ വീടാണ്. എല്ലാവരും മാനുവലിനെ പോലെ വീട്. അപ്പൊ ഇതിന്റെ സിനിമയുടെ എക്കണോമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എക്കണോമി ഇൻ ദ സെൻസ് അതിന്റെ ക്യാരക്ടറിനെ ബാധിക്കും. നമുക്കൊരിക്കലും വേറൊരു ക്ലാസ് സിനിമയായിട്ട് മാറും. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അത് അവൾ വേണ്ട എന്നുള്ള തീരുമാനം. പിന്നെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായി. പിന്നെ ഞങ്ങൾ പരസ്യം ചെയ്യാൻ തീരുമാനിക്കാം. അപ്പോൾ ഞങ്ങൾ എന്നോട് പലരും ചോദിക്കുന്നതായിരുന്നു, നിങ്ങൾ ലൊക്കേഷൻ മാനേജേഴ്സ് സിനിമയിൽ ഒരുപാട് ലൊക്കേഷൻ മാനേജർ ഉണ്ടോ, ലൊക്കേഷൻ മാനേജറിനോട് പറഞ്ഞ് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീടോ 2 വീടോ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഹസ്ബൻഡ് വീട്ടിൽ നോക്കുമ്പോൾ 90 ഡിഗ്രി ആംഗിളാണ് വേണ്ടത്, ഇവിടുന്ന് ഇങ്ങനെയാണ് ഒരു ആംഗിൾ വേണ്ടത്, ഇങ്ങനെ ഇത്രയും പോർഷനെ കാണാൻ പാടുള്ളൂ. സുലുവിന്റെ വീട്ടിൽ നോക്കുമ്പോൾ ഇത്രയും പോർഷനെ കാണാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറെ കൺസ്ട്രെയിൻസും ഇതിന്റെ ഡിസ്റ്റൻസും ഒന്നും നമുക്ക് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ഒരു പിക്ടോറിയലായിട്ട് വരച്ച് ഡിസൈൻ ചെയ്തിട്ട് കാണിക്കാം. കാരണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു മടുത്ത ആക്ച്വലി. ഞങ്ങളായിട്ട് വാവുകൊണ്ട് പറഞ്ഞ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു ഇതിനെ പോലെ. എന്നിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു ബേസിക് ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനെ ഞങ്ങൾ മാനേജേഴ്സിനോട് പറഞ്ഞു നിന്നിട്ടും ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങൾ പബ്ലിസിറ്റി ചെയ്തു, പത്രത്തിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ പരസ്യം ചെയ്തു.
അങ്ങനെ ഒരുപാട് കോളുകൾ കേരളത്തിന്റെ പല സൈഡിൽ നിന്ന് കോളുകൾ വന്നു. നമുക്ക് ഒരു ലൊക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് നമുക്ക് കുറെ അധികം ഓപ്ഷൻസ് വരാൻ തുടങ്ങി. അതങ്ങനെ കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും വരാൻ തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴല്ല, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു വീടുകളുടെ ഡെൻസിറ്റിയും അതിന്റെ ഒരു പ്ലേസ്മെന്റും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഡിസ്റ്റൻസിൽ കിട്ടാന്നുള്ളതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് വീടുകളുടെ ഒരു പൊസിഷൻ അവരുടെ എക്കണോമി അങ്ങനെ ഞങ്ങൾ തപ്പി വന്നപ്പോൾ എറണാകുളത്തിന്റെ വളരെ അടുത്ത് തന്നെ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളരെ ഭാഗ്യം കൊണ്ട് വളരെ അടുത്ത് ഒരു സ്ഥലം കിട്ടി. അവിടെ ഷൂട്ട് ചെയ്യുന്നു. സർ, നമ്മുടെ സൂക്ഷ്മദർശിനി ഒന്ന് മൂവ് ചെയ്തിട്ട് സാറിന്റെ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി ആ ഒരു പ്രോസസ്സിലേക്ക് ഒന്ന് ചോദിക്കാനായിരുന്നു. ഇപ്പൊ സർ 8 years കഴിഞ്ഞിട്ടാണ് സൂക്ഷ്മദർശിനി വരുന്നത്. അപ്പൊ സാർ പറഞ്ഞു നോൺസെൻസിന്റെ സമയം തൊട്ടേ സൂക്ഷ്മദർശിനിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, അതിന്റെ ആ ഒരു പ്രോസസ്സിലായിരുന്നു എന്ന്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ബ്ലോക്സ് അല്ലെങ്കിൽ അതുപോലെ ക്രിയേറ്റീവായിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന റോഡ് ബ്ലോക്സ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഇനീഷ്യൽ ഐഡിയ ബ്രേക്ക് ആവാതെ എക്സിക്യൂഷൻ വരെ എത്തിക്കാനുള്ളൊരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് നമ്മളെപ്പോഴും സിനിമയിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു ക്രിയേറ്റീവ് ജോബല്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ നമ്മളൊരു പ്രോബ്ലം സോൾവറായിട്ട് മാറും. എപ്പോഴും പ്രോബ്ലം സോൾവേഴ്സ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഞാനെപ്പോഴും കൺസീവ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് സൈഡിനെക്കാട്ടിലും ഒരു പ്രോബ്ലം വരുന്നതിന് സൊല്യൂഷൻ ചെറിയ അതായത് സെറ്റിൽ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ മാനേജിങ് ആണ് ബേസിക്കലി. അപ്പോൾ അതൊരു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുള്ള ഒരു എന്ത് പ്രോബ്ലം വന്നാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ആദ്യം ചിന്തിക്കുന്നിടത്താണ് നമുക്കതിനെ ആ പ്രോബ്ലം വരുമ്പോൾ നമ്മളതിനെ ആൻസിറ്റിയോടുകൂടി കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു സൊല്യൂഷൻ ആംഗിളിലേക്ക് അതിനെ കൺസീവ് ചെയ്യുമ്പോൾ നമുക്കത് വരും. ഇറ്റ് ടേക്ക് ടൈം. ഓരോന്നിനും അതിന്റെ ഒരു ടൈം ഉണ്ട്. അത് മറികടന്ന് വരാൻ ചിലപ്പോൾ നമ്മുടെ വല്ലാത്ത കാരണങ്ങളായിരിക്കും അത് കോൺഫ്ലിക്റ്റ്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ പൊട്ടൻഷ്യൽ ഇട്ടാലും കാര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള തിരിച്ചറിവ് ബേസിക്കലി എൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് പറയണം. നോൺസെൻസിനും പുറമേലേക്കൊക്കെ പറയേണ്ടി വരും. അതായത് ഞാൻ 4ാം ക്ലാസ് വരെ ഞാൻ ഒരു കേരള സ്കൂളാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറുന്നത്. DPP എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരികയാണ്. കേട്ടിട്ടുണ്ടോ? DPP എന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരികയാണ്. അപ്പോൾ ഈ DPP വരികയും അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ് റൂം ആംബിയൻസിൽ നിന്ന് മാറാണ് DPP. ഒരു 4 ചുവരുകൾക്കുള്ളിലുള്ള ഒരു ടോക്സിക് ടീച്ചിങ് ഒക്കെ മാറിയിട്ട് പിള്ളേർ റിസർച്ചിലേക്കും പുറത്തേക്ക് ഇറങ്ങലും പിള്ളേർ ക്ലാസ്സിൽ കുക്ക് ചെയ്യലും ഈ പറഞ്ഞ പോലെ അപ്ലൈഡ് എഡ്യൂക്കേഷനായിരുന്നു. പറയുമ്പോൾ ഒരു ഫിനിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു രീതി DPP ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ എഡ്യൂക്കേഷൻ രീതിയിൽ ഈ പ്രോബ്ലം സോൾവിങ്ങും ഉണ്ട്. ഈ 4ാം ക്ലാസ് മുതലേ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു പ്രൊഫഷനിലേക്ക് കയറുമ്പോഴും ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം എന്നുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ DPPക്ക് എതിരെ സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സ്. ആ സമയത്തെ ടീച്ചേഴ്സും അവളുടെ അങ്ങനെ DPP ഇത് ചെയ്യണം. അപ്പൊ എന്റെ പേരൻസ് ടീച്ചേഴ്സാണ്. അങ്ങനെ അവരും സമരം ചെയ്തിട്ടുണ്ട് DPPക്ക് എതിരെ. അങ്ങനെ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റി അങ്ങനെ ഞാൻ വളരെ ഒന്നും പഠിക്കും. വീണ്ടും ഒരു ടോക്സിക് സ്കൂളിങ്ങിന്റെയും ഒരു ടോക്സിക് ടീച്ചിങ്ങിന്റെ ഒക്കെ ഇതായിട്ട് ഞാൻ മാറുന്നു. പെട്ടെന്ന് DPP ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. ഒരുപക്ഷെ DPPയുടെ സമയത്താണ് ഞാൻ ഒരു എനിക്ക് മാനേജ്മെന്റ് ഭയങ്കര എൻ്റെ പേഴ്സണലി എനിക്ക് മാനേജ് ചെയ്യാൻ ഒരു കഴിവുണ്ടെന്നും അല്ലെങ്കിൽ എനിക്കൊരു സംഭവം പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയത്ത് എന്നെ ഡിറൈവ് ചെയ്യിപ്പിച്ചത് DPP എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു ചേഞ്ച് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ വേറൊരു സിസ്റ്റത്തിലോട്ട് വരികയും അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടോക്സിസിറ്റിയിലേക്ക് അത് മാറുകയും ചെയ്തപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു. അത് മാറി 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 ആയി. ഞാൻ നോൺസെൻസിനെ കൺസീവ് ചെയ്യുന്നത് ഈ ആശയത്തെ ശരിക്കും പറഞ്ഞത് നോൺസെൻസിന്റെ കാരണവും DPPക്കൊള്ളാം. ആക്ച്വലി അതായിരുന്നു ഞാൻ നോൺസെൻസ് തന്നെ എന്റെ ആദ്യ സിനിമ ആയിരിക്കണം എന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ആക്ച്വലി അത് നോൺസെൻസ് നടക്കില്ല എന്ന് പറഞ്ഞൊരു സിനിമയാണ്. കാരണം അന്ന് ടീനേജ് സിനിമകൾ ആർക്കും ആലോചിക്കാൻ കഴിയില്ല.
കാരണം മലയാളത്തിൽ ഒരൊറ്റ ടീനേജ് സിനിമ പോലും സക്സസ്ഫുൾ അല്ല. 2018 19 മുന്നേ എനിക്ക് തോന്നുന്നു തണ്ണീർമത്തനൊക്കെയാണ് ആദ്യമായിട്ട് ടീനേജ് ഫിലിം സക്സസ്ഫുൾ ആകുന്നത്, കൊമേഴ്ഷ്യലി സക്സസ് ആണ്. അതിനു മുമ്പ് ഒരു ടീനേജ് സിനിമ സക്സസ്ഫുൾ അല്ല എൻ്റെ അറിവിൽ, എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലൊരു, അതുകൊണ്ട് തന്നെ പല ഡയറക്ടേഴ്സിനും ടീനേജ് ഫിലിംസ് ചെയ്യാൻ പേടിയാണ് അതിൻ്റെ സക്സസ് റേറ്റ് നോക്കുമ്പോൾ. പക്ഷെ എനിക്ക് വളരെ ഡ്രൈവ്, വളരെ ചെറുപ്പം മുതൽ ഈ ഒരു ആശയം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഈ നോൺസെൻസിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. അങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും, അല്ലെങ്കിൽ ഞാൻ 96 97 പ്രൊഡക്ഷൻ ഹൗസുകളെ കണ്ടിട്ടുണ്ട് നോൺസെൻസ് പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 97 പേര് റിജക്ട് ചെയ്തു. പല ലാംഗ്വേജിലും, പല ചെന്നൈയിലും ഒക്കെ പല പ്രൊഡക്ഷൻ ഹൗസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് വിട്ടില്ല. ഈ വിടാതേൻ്റെയൊക്കെ എൻ്റെ ഡ്രൈവിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ DPPക്കുള്ള ഇതാണ് കേട്ടോ. എൻ്റെ ആ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഈ DPPയിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ DPPയുടെ മെയിൻ കോൺസെപ്റ്റ് തന്നെ അക്ഷരങ്ങളല്ല ആശയങ്ങളാണ് വരുന്നതെന്നുള്ളതാണ്. ആശയങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ആശയത്തിൽ സ്റ്റിക്ക് ഓണാണ്. ഇതിലൊരു എൻ്റെ ആശയത്തിനൊരു, എൻ്റെ കോൺസെപ്റ്റിനൊരു ഇത് സംഭവമുണ്ട്. അതിൽ ഞാൻ വളരെയധികം സെൽഫ് കോൺഫിഡൻസോട് കൂടി കാണുകയും ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോൺഫ്ലിക്റ്റ് ആണ് എൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ. ഇങ്ങനെ ഒരു ടീനേജ് ഫിലിം നടക്കില്ല, പല പ്രൊഫഷണൽസും റിജക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മളത് കണ്ടെത്തിയാൽ മതി, ഡിറൈവ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് 96 പേരെ റിജക്ട് ചെയ്യുന്നത്? അതിന്റെ ബിസിനസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ബിസിനസ് ആംഗിളിലേക്ക് അതിനെ കാണുകയും ഞാൻ അതിനെ അന്ന് വരെ ഈ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റിനെ നമ്മളൊരു 50 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ഒരു പെർ ഡേ കോസ്റ്റ് ഉണ്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ. ആ പെർ ഡേ കോസ്റ്റ് വെച്ചപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം, വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതൊരു ഇൻഡിപെൻഡന്റ് സിനിമ ആസ്പെക്റ്റിൽ ഇതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പൊ ഇതിന് ഒരു ഇന്റീരിയേഴ്സ് എത്രയുണ്ട്, എക്സ്റ്റീരിയേഴ്സ് എത്രയുണ്ട്, ഈ പറഞ്ഞ റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ആൾക്കാർ മതി. റോഡ് ഷോട്ട്സ് എടുക്കുമ്പോൾ വണ്ടികൾ എപ്പോഴും നമ്മൾ സൈക്കിളും മറ്റേ ഓട്ടോറിക്ഷയൊക്കെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ റിഗൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ അധികം ആൾക്കാർ വേണ്ട, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് എടുക്കാം. അപ്പൊ ഞാൻ അതിന് പ്രോജക്ട് ഡിസൈനിങ് ആംഗിളിലൊന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോജക്ട് ഡിസൈൻ കണ്ടിട്ട് ഇന്റീരിയർ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചധികം പൈസ വേണം, ലൈറ്റ്സ്, പരിപാടി, കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊരു വേറെ തന്നെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യാൻ വേറെ തന്നെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3-4 ടൈപ്പ് ഓഫ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബഡ്ജറ്റ് താരതമ്യം ഒരുപാട് അത് കുറഞ്ഞു. ഇവര് നേരത്തെ പറയുന്ന കണ്ടീഷൻഡ് ബഡ്ജറ്റിൽ നിന്നും പെട്ടെന്ന് കട്ട് ഡൗൺ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതിന്റെ കൂടെ തന്നെ ടീനേജ് ഫിലിംസ് ഒന്നും കാണാൻ ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഇതുണ്ട്. അപ്പൊ ഞാൻ മാർക്കറ്റ് സ്റ്റഡിനെ കുറിച്ചൊന്ന് ബോധമായിട്ട് വെറുതെ നോക്കി. അപ്പൊ നമ്മള് ഹിസ്റ്ററിയിലൊക്കെ ഉള്ളൊരു കാര്യം, എപ്പോഴും ഈ ഏഷ്യൻ കൺട്രീസിൽ നമ്മള് ചൈന, കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്, ഏഷ്യൻസ്. ഈ രാജ്യങ്ങളിലെ ഒരു പ്രത്യേകത, അവർക്ക് ടീനേജ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൊറിയൻ നോക്കിയാൽ മതി, അവർ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും ഈ ഒരു ടീനേജ് ആസ്പെക്റ്റിലൊരു സിനിമ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഈ സിനിമയുടെ മാർക്കറ്റ് ഏഷ്യൻ കൺട്രീസിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഞാനൊരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ കൂടെ കാണിക്കുകയാണ്. ഇവിടെ അല്ലേ നിങ്ങൾക്ക് പണം ചെയ്യേണ്ടത്, ഏഷ്യൻ കൺട്രീസിലാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാൻ പറയുന്നത്, ആഫ്റ്റർ ദ റിലീസ് ഓഫ് നോൺസെൻസ് അതിന്റെ ബിസിനസ് മുഴുവൻ വന്നിരിക്കുന്ന ഏഷ്യൻ കൺട്രീസിലാണ്. അപ്പൊ അത് അതിന്റെ മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമാണ്. നമ്മളിപ്പം പലരും ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ചൈനയിൽ കളക്ട് ചെയ്ത ദംഗലാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അമേരിക്കാന്റെ തന്നെ സീക്രട്ട് സൂപ്പർ സ്റ്റാർ ആണ്. ആ സീക്രട്ട് സൂപ്പർ സ്റ്റാർ ഒരു ടീനേജ് ഫിലിം ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അതവിടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതാണ് എന്റെ റിയാലിറ്റി. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് അപ്പുറത്തിരിക്കുന്നതെങ്കിൽ സൊല്യൂഷൻ. സാർ പറഞ്ഞു സൂക്ഷ്മദർശിനി ഫസ്റ്റ് ബിൽഡായി വരുന്നത് നോൺസെൻസിന്റെ കൺസ്ട്രെയിൻസ് നിന്നാണ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? സൂക്ഷ്മദർശിനിയുടെ സമയത്ത് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടോ? അതിൽ വർക്ക് ചെയ്യുവാണോ? എന്താണ് പുതിയ പ്രോജക്റ്റ് ഐഡിയ? ഈ
നോൺസെൻസ് സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് സൂക്ഷ്മത്തിൽ സംഭവിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ അടുത്ത പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കറാണ് അല്ലെ, നോൺസെൻസ് സിനിമ കാണുമ്പോൾ നമ്മുടെ ജഡ്ജ് ചെയ്യുന്നവർ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഓഫ് ബീറ്റ് ആംഗിളിൽ ആണ് എൻ്റെ കഥകളൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും അടുത്തൊരു സിനിമ കമേഴ്ഷ്യലി വർക്കാവുന്ന ഒരു സ്റ്റോറി ലൈനിലേക്ക് വരണമായിരുന്നു. അതിനൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഹിച്ച്കോക്കിനെ സെലക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളൊരു മെന്റർ, നെക്സ്റ്റ് ഒരു മെന്റർഷിപ്പിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. അപ്പം അതങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ഈ നോൺസെൻസിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തെ ഈ ഐഡിയ വന്നിട്ടുണ്ട്, സൂക്ഷ്മയുടെ ഐഡിയ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു ഡിറ്റാച്ചിങ് ടൈമാണ്. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കയറി നമ്മൾ എല്ലാ വർക്കുകളും തീർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നോൺസെൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഉടനെ നമ്മൾ അടുത്തത് നമ്മളിലേക്ക് കൺസീവ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെയും ഒരു ഫൈനൽ വർക്ക്സിലേക്ക് കടന്നപ്പോൾ അടുത്തൊരു പരിപാടി ഞാൻ കുറേ അധികം കാര്യങ്ങൾ ആലോചിച്ചപ്പോഴും എപ്പോഴും ഒരു സ്ഥലത്തേക്ക് തന്നെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് തന്നെ എപ്പോഴും പല കഥകളും ആലോചിക്കുമ്പോഴും ഒരു സ്ഥലത്തേക്ക് തന്നെ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടെ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് നടത്തുന്നത്. കാരണം എന്റെ മൈൻഡ് എപ്പോഴും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സർ, ഇനി നമുക്കൊരു 10 minutes ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ സർ, സാറിൻ്റെ ഈ മൂവിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ചില മലയാളം ഫിലിംസിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് തോന്നി, ഇൻഹേലിയർ നഗർ എനിക്ക് തോന്നി. കാരണം അതിനകത്ത് ജെൻഡർ ജസ്റ്റിസ് ബാക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതുപോലെ 180 ഡിഗ്രി ഒരു നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ കൊണ്ടുപോയി ആ കാർ ക്രാഷ് ചെയ്ത ഒരു ഐഡിയ സാറിന് എവിടെ ഉണ്ടോ തോന്നിയത്? ഉറപ്പായിട്ടും നമ്മളെ അതുലാണ് ഇതിന്റെ ആ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. അതിലൊരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഇത് ഇൻഹേലിയർ എന്നത് പോലെ തന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തതാണ്. ആക്ച്വലി പുതിയ താമസക്കാർ വന്ന് അവിടെ 4 ചെറുപ്പക്കാരായിട്ടുള്ള അവര് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിനെ വോയിസമായിട്ട് അതിനെ യൂസ് ചെയ്തു. തിരിച്ച് ചിന്തിച്ചപ്പോൾ പുതിയൊരു മാനുവലും മാനുവലിന്റെ അമ്മയും വരുമ്പോൾ അങ്ങനെ കുറച്ച് സ്ത്രീകൾ അവർ ഒബ്സർവ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ആംഗിൾ കാണുന്നത് അതിന്റെ ഒരു തോട്ടായിട്ട് അതിന് വന്നതാണ്. ഇതില് വർക്കാവുന്നതുകൊണ്ട് തന്നെയാണ് അതിലങ്ങനെ കാണുന്നത്. അതങ്ങനെ വന്നൊരു കാര്യമാണ്. പിന്നെ മറ്റേ ഓപ്പണിംഗ് ഇമേജും ഈ ഫൈനൽ ഇമേജും ഇതൊക്കെ ആക്ച്വലി നമുക്കത് ഓവർ എക്സ്പോസിഷൻ ഇല്ലാതെ കാണിക്കണമായിരുന്നു. ഇവര് നമ്മള് ശരിക്കും പറഞ്ഞാൽ ടൈം ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് കഥ തുടങ്ങുന്നത്. ആ സീനിലാണ് തുടങ്ങുന്നത്. അവിടെ മാനുവലും അവരപ്പോഴാണ് ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ അവിടെ അങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ചത് കൊണ്ട് ഒരു സിനിമാറ്റിക് ഡയറക്ടർക്ക് എടുക്കാവുന്ന ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ്. നമുക്ക് ഒരുപാട് സീനുകൾ ചിലപ്പോൾ വേണ്ടി വരും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമുക്ക് അവിടെ ഒരു റെഡ് ഹിയറിംഗ് പോലെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അവിടെ ഹിറ്റ് സംഭവിച്ചു. നമുക്ക് ഒരുപാട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് പാരലിൽ നടക്കുന്നുണ്ട്. പ്രിയദർശിനിയുടെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാം. പ്ലസ് നമുക്കൊരു സർപ്രൈസ് അവിടെ ഒരു സസ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അവിടെ ആ വണ്ടി ഇടിച്ചത് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ അത് നമുക്ക് പക്ഷെ വണ്ടിയുടെ പേ ഓഫ് ഉണ്ടാവുകയും ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ഈ കഥ പറയുന്നു ഇവര് പ്ലാൻ ചെയ്തതും ഇവര് എന്തിനാണ്, അല്ലെങ്കിൽ അവർക്ക് ആ നാട്ടുകാരെ കുറിച്ചുള്ള അസംഷൻ എന്താണ്. അപ്പം അതില് ആ സീനിൽ തന്നെ മാനുവൽ പറയുന്നുണ്ട് അവിടുത്തെ ആണുങ്ങളൊക്കെ ബൊമ്മകളാണ്. അപ്പം പ്രിയദർശിനിയാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയദർശിനിയുടെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതൊരു ഐറണി ആയിട്ടാണ്
അതങ്ങനെ തന്നെ പ്ലാൻ ചെയ്തെടുത്താണ് ആക്ച്വലി. സമയത്തെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് പറയേണ്ടത്. അങ്ങനത്തെ ചില സിനിമാറ്റിക് ടൂളുകൾ ഉപയോഗിച്ച് പറയുമ്പോൾ ടു ബി ഇൻട്രസ്റ്റിംഗ് സെയിം വേ നമുക്ക് ടൈം മാനേജ്മെന്റ് യൂട്ടിലൈസ് ചെയ്യാം. നമസ്കാരം സർ, എൻ്റെ പേര് അഭിലാഷ്. ഞാനൊരു ഫിലിം സ്റ്റുഡൻ്റാണ്, FTI ചെന്നൈയിൽ പഠിക്കുന്നു. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു സൂക്ഷ്മദർശിനിയുടെ. പക്ഷേ ഇതിൽ ഒരു ഡയറിങ് ആയ അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിന് സർട്ടിഫിക്കേഷൻ എന്തായിരുന്നു? UA ആയിരുന്നു. ഓക്കെ, ഇതിൽ വളരെ ഡയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ക്രൈമാണ് നമ്മൾ കാണിക്കുന്നത് അവസാനം. സോ ഇത് റൈറ്റിംഗ് പ്രോസസ്സിൽ, അതും പ്രത്യേകിച്ച് ബേസിക് ജോസഫിനെ പോലെ ഒരു സ്വീകാര്യനായ നായകനെ വെച്ചുകൊണ്ടാണ് ആ പാട്ട് പ്ലേ ചെയ്യുന്നത്. സോ ശരി, നമ്മൾ ഇത് വെക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക്, കാരണം പല ചർച്ചകളും പോയിട്ടുണ്ടാവും, ഇത് ഇത്രയും കാണിക്കണോ അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യേണ്ട എന്നുള്ള തരത്തിലൊക്കെ പോയിട്ടുണ്ടാവും. സോ ഫാമിലി ഓഡിയൻസിനെയും കാറ്റർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡിസിഷനിലേക്ക് എത്താൻ എത്രമാത്രം സമയം എടുത്തു, അല്ലെങ്കിൽ എന്തൊരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ഓക്കെ ഇത് തന്നെ ചെയ്യാമെന്നുള്ള സ്റ്റാൻഡിലേക്ക് എത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്നുള്ള ഐഡന്റിഫിക്കേഷനാണ്. നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നോൺസെൻസ് ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ എക്സിറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഓൾറെഡി ഐഡിയക്കകത്ത് തന്നെ കിടപ്പുണ്ട്. ഒരുപാട് വീടുകൾക്കിടയിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ തന്നെ ഫാമിലീസ് ആണ്, ഓരോ വീടുകളിലും ഉള്ളത് ഫാമിലീസ് ആണ്. അത് ഗ്രൗണ്ടഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ ആയിരിക്കണം. കാരണം അതാണ് ബേസിക് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അവിടെ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ അവിടെ ഒരു ഡാർക്ക് സൈഡ് ഓഫ് ലൈഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അതിന്റെ സർട്ടിഫിക്കേഷൻ കൊണ്ട് അതിനെ ലിമിറ്റേഷൻ ഉണ്ടാക്കരുത് എപ്പോഴും. എന്നിട്ട് നമുക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം ആണ് നമ്മൾ ബാലൻസ് കട്ട് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം 16+ ആണ് ഫിലിം UA വന്നിരിക്കുന്നത്. അപ്പം മാക്സിമം നമ്മളത് കുട്ടികളൊക്കെ ഈ ആ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ അതെല്ലാം അവൈലബിൾ ആയതുകൊണ്ട്, എല്ലാം അവിടെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓഡിയൻസിനെ ലിമിറ്റ് ചെയ്യും ഈ ഐഡിയ പറയുന്നത്. ഈ ഐഡിയ നമുക്ക് എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള വയലൻസിനെ കുറയ്ക്കാൻ നോക്കും. പക്ഷെ അതിന്റെ തീവ്രത നഷ്ടപ്പെടാനും പാടില്ല. ഇതിലൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കുറെ ഡിസ്കഷൻ എന്തായാലും പോയിട്ടുണ്ടാവും. അതിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇത്രയും കാണിക്കണ്ട, കാരണം പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും എപ്പോഴും ഈ ഒരു കാര്യം വരുമ്പോൾ കൂടുതലായിട്ട് പറയാം, നമുക്ക് അത്രയും കാണിക്കണ്ട, ഓഡിയൻസ് മിസ്സാവുന്നുള്ളത്. ഈവൻ ദോ നമ്മൾ ആസ് എ ക്രിയേറ്റർ നമുക്കും ഉണ്ടായിരിക്കും ആ ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്നുള്ളത്. പക്ഷെ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ എനിക്ക് ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്, ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദിയിൽ ഞാൻ ഈ സിനിമ ആലോചിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ തേർഡ് ആക്ടിലെ ഈ റീസൺ മാറ്റാനാണ് എന്നോട് പറഞ്ഞത്. മനസ്സിലാവും, LGBTQ മാറ്റാനാണ് പറഞ്ഞത്. ഞാൻ ഇപ്പുറത്ത് മലയാളത്തിൽ വന്നപ്പോഴും വേറെ 1-2 പ്രൊഡക്ഷൻ ഹൗസിനെ കണ്ടതിന് ശേഷമാണ് ഹാപ്പി ഹൗസിൽ വന്നത്. അവർ വേണ്ടത് ആദ്യം കണ്ടവർ പറഞ്ഞത് ഈ അവസാനത്തെ പരിപാടി വേണ്ടാന്ന് പറഞ്ഞു, അത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാപ്പി ഹൗസിൽ വന്നപ്പോൾ ആദ്യം അവർ എന്നോട് പറഞ്ഞത് മാറ്റുന്നത്. സിമിലർ നമ്മുടെ പെർസ്പെക്റ്റീവ് മാച്ച് ചെയ്യുന്നു. മനുഷ്യർക്ക് പല പല പെർസ്പെക്റ്റീവ്സ് ഉള്ളവരാണ്, പലതരം പൊളിറ്റിക്സ് ഉള്ളവരാണ്, പലതരം ചിന്താഗതികളുള്ളവരാണ്. അപ്പൊ നമ്മൾ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം ബ്ലെൻഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ആ കാര്യത്തിൽ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വയലൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമുക്കിത് എങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ ഒരു ബിസിനസ് ആംഗിൾ കൂടി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ടാർഗറ്റ് ഓഡിയൻസിനെ കട്ട് ചെയ്യാതെ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഏറ്റവും സംബന്ധിച്ച ഈ വയലൻസിനെ, അത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള തോട്ടമാണ്, നമ്മൾ ലിമിറ്റ് ചെയ്യരുതെന്നുള്ളത്. എന്നാൽ അതിന്റെ ഐഡിയയുടെ തീവ്രത നഷ്ടപ്പെടാനും പാടില്ല. താങ്ക് യു സർ, കൺഗ്രാറ്റുലേഷൻസ്. സാറിന് എന്തായാലും ടൈം കറക്റ്റ് 1 hour കഴിഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ ടോക്ക്. താങ്ക് യു എവറി വൺ ഫോർ അറ്റൻഡിങ്.